ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ ഇലയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് മഞ്ഞളിൻ്റെ ഇല വെച്ചിട്ടാണ്. സൂപ്പർ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഇലയട അല്ലെങ്കിൽ ഇലയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ഇലയപ്പം ഉണ്ടാക്കുന്നത് വട്ടയില കൊണ്ടോ അല്ലെങ്കിൽ വാഴയില കൊണ്ടോ ആണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് ഞാനൊന്ന് വെറൈറ്റിക്കായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഈ മഞ്ഞളിൻ്റെ ഇല വെച്ചിട്ടാണ്. ഒരു ദിവസം ആക്ച്വലി ഞാൻ ആക്സിഡൻ്റലി മനസ്സിലാക്കിയതാണ് ഈ മഞ്ഞളുടെ ഇല കൊണ്ട് നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. എന്തായാലും നോൺ ടോക്സിക് ആണ്, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം ഈ ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും വാഴയിലയില്ല, വട്ടയിലയില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും മഞ്ഞളുടെ ഇലയുണ്ട്. അപ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് നോൺ ടോക്സിക് ആണ്, നല്ലതാണെന്നൊക്കെ കാണിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, നമുക്ക് പേടിക്കാനായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഇതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന്. പക്ഷേ അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ ഇതിന്നിങ്ങനെ ആവി വരുമ്പോൾ ഉള്ളൊരു മണമെന്ന് പറയുന്നത് മഞ്ഞളിൻ്റെ മണവും എല്ലാം നല്ലൊരു ഫീലായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ കാസർഗോഡ് സൈഡിലൊക്കെ ഇങ്ങനത്തെ ഒരു ഡിഷ് തന്നെ ഉണ്ട്, മഞ്ഞളുടെ ഇല കൊണ്ടുണ്ടാക്കുന്ന ഇലയപ്പം. അതിന് വിളിക്കുന്ന പേര് മഞ്ഞച്ചപ്പലപ്പം എന്നാണ് വിളിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് പഠിച്ചൊരു പേരാണ് എന്തായാലും. അതുകൊണ്ട് തന്നെ ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് മഞ്ഞളുടെ ഇല കൊണ്ടുണ്ടാക്കിയ ഇലയപ്പമാണ്. ആക്ച്വലി ഹാർവെസ്റ്റ് ചെയ്യാറായൊരു മഞ്ഞളാണ്. എന്തായാലും ഇതിൻ്റെ ലീഫ് നന്നായിട്ട് വലുതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് പറിക്കാനുള്ള സമയമായിട്ട് 3 ഉണ്ട്. ഇതിന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഈ ഇലയെല്ലാം 2 സൈഡ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇനി ഇതിൻ്റെ ഫില്ലിങ്സ് ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് ശർക്കര, ഇതിലോട്ട് ഒരു 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് ശർക്കര നന്നായിട്ടൊന്ന് ഇളം ചൂടിൽ ഒന്ന് ഉരുക്കിയെടുക്കണം. ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്ന വരെ ഇതൊന്ന് ഉരുക്കിയെടുക്കണം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിൽ കുറച്ച് ബബിൾസ് വരും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു സ്ട്രെയിനറിൽ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. എന്തെങ്കിലും ഇംപ്യൂരിറ്റീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 3 ഏലക്ക 1 ടീസ്പൂൺ വെള്ളത്തിൽ ചതച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു നീര് നമ്മൾ ഈ ഒരു സിറപ്പിലോട്ട് ഒഴിക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടും ഏലക്കയുടെ. ഇനി അടുത്തത് ഒരു 1/2 തേങ്ങ മൊത്തത്തിൽ ചിരകിയതാണ്. അത് നമ്മൾ ഈ ഒരു സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തേങ്ങയിൽ അബ്സോർബ് ആവുന്ന രീതിയിലൊന്ന് ചൂടാക്കി ഒന്ന് ഡിസോൾവ് ചെയ്തെടുക്കണം. ഇതിലെ വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് ഡ്രൈ ആവുന്ന വരെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി ഈ മഞ്ഞളുടെ ഇലയെല്ലാം സൈഡ്സ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം റെക്റ്റാങ്കിൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു 250 ഗ്രാംസോളം അരിപ്പൊടി, അതിലോട്ട് 1 ടീസ്പൂണോളം നെയ്യും കൂടി ഒഴിച്ച് ഇനി ഇത് കുഴച്ചെടുക്കാനായിട്ട് 1 കപ്പ് ചൂടുവെള്ളത്തിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വേണം അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കാര്യം ഓവറായിട്ട് വെള്ളമാവാൻ പാടില്ല, എന്നാൽ മാവ് നന്നായിട്ട് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കാതെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഇതുപോലെ കുഴച്ചെടുക്കുക, ഉരുട്ടാൻ പറ്റുന്ന പാകത്തിനായിട്ട്. ഇനി ചെറുതായിട്ടൊന്ന് കൈ നനച്ച് മാവ് ചെറിയ ഉരുളയാക്കി എടുത്തതിന് ശേഷം ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇലയുടെ എല്ലാ സൈഡും വരുന്ന രീതിയിൽ ഇതൊന്ന് പരത്തി കൊടുക്കുക. തിന്നായിട്ട് വേണം പരത്താനായിട്ട്. പിന്നെ എഡ്ജസിലോട്ട് എത്തരുത്, അത് മാത്രമാണ് നോക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മുടെ ഈ ഒരു തേങ്ങാ കൊത്തും കൂടി ഇതിൻ്റെ ഒരു സൈഡിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇലയുടെ ഒരു സൈഡിലോട്ട് തന്നെ നീളത്തിന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് സീൽ ചെയ്യാനായിട്ട്. ഇനി ഈ ഫില്ലിങ്സ് വെക്കാത്ത സൈഡിൽ നിന്ന് ഫില്ലിങ്സ് വെച്ച സൈഡിലോട്ട് ഇല ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഈ എഡ്ജസ് എല്ലാം നന്നായിട്ട് സീൽ ചെയ്യുക. പ്രസ് ചെയ്ത് പിടിച്ച് സീൽ ചെയ്യുക. അപ്പോൾ ഇതൊന്നും പുറത്തേക്ക് ലീക്ക് ആവത്തില്ല. ഇതുപോലെ എത്ര ഇല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ അത്രയും തന്നെ ഈ മാവിൻ്റെ ഉരുളകളും ഉണ്ടാക്കി വെക്കണം. അതുപോലെ തന്നെ ഈ ഫില്ലിങ്സും സൈഡിൽ ഉരുളകളാക്കി മാറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുത്ത് അതിലോട്ട് ഒരു സൈഡിൽ ഫില്ലിങ്സ് വെച്ച് മറ്റേ സൈഡ് കൊണ്ട് അടച്ച് എല്ലാ എഡ്ജസും നന്നായിട്ട് സീൽ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കൂടി ഒരു ഇഡ്ഡലി കുട്ടകത്തിൽ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് ആവി കയറ്റാൻ വെക്കുക. എന്നിട്ട് നല്ലതായിട്ട് ആവി വരുന്ന സമയമാകുമ്പോൾ ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് പ്ലേസ് ചെയ്ത് എയർ ടൈറ്റ് ആയിട്ട് അടച്ചതിന് ശേഷം ഒരു 1/2 മണിക്കൂറോളം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും റൂമിലൊരു നല്ലൊരു ടേമറിക്കിൻ്റെ ഒരു മണം വന്ന് തുടങ്ങും. അതിൻ്റെ മീനിങ് നന്നായിട്ട് കുക്ക്ഡ് ആയെന്നാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം. സൂപ്പർ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ ഈ ടേമറിക് ലീഫിൻ്റെ ആ ഒരു ആരോമ നന്നായിട്ട് അതിലോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.